ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. എല്ലാവരും എൻ്റെ വീഡിയോ മുഴുവനായിട്ടും കാണാം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വർക്കിലേക്ക് കിടക്കാം. ഇന്നത്തെ പ്രൊജക്റ്റിന് നോക്കേണ്ട ആദ്യം തന്നെ ഒരു കേസാണ്. കേസിനായിട്ട് ഞാൻ സ്പീക്കർ കയറാൻ പറ്റിയ രീതിയിൽ ഒരു എൻഡ് ഗ്യാപ്പ് എടുത്തിട്ടുണ്ട്. ഇത് 90 mm എൻഡ് ഗ്യാപ്പാണ്. ഇതാണ് ഇന്ന് ഉപയോഗിക്കുന്ന സ്പീക്കർ എൻഡ് ഗ്യാപ്പിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുപോലത്തെ ഒരു PC ഷീറ്റ് വാഷർ പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ അളവിൽ ഈ PC ഷീറ്റ് ഞാൻ സ്പീക്കറിൻ്റെ മുകളിൽ ഇതുപോലെ ഒട്ടിച്ചെടുക്കും. അതിനുശേഷം ഇതെടുത്ത് എൻഡ് ഗ്യാപ്പിലേക്ക് ഇറക്കി വെക്കും. ഇന്നത്തെ പ്രൊജക്റ്റിന് നമുക്ക് വേണ്ട ഒരു ബ്ലൂടൂത്ത് മോഡ്യൂളാണ്. ഞാൻ ഇതുപോലത്തെ ഒരു ബ്ലൂടൂത്ത് മോഡ്യൂളാണ് റിസീവറായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് 2 മൈക്രോഫോൺ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിനകത്തൊരു ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു 5 പിൻ റോട്ടറി എൻകോഡർ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ബാസ്, വോളിയം, ട്രിബിളും കൺട്രോൾ ചെയ്യാൻ പറ്റും. റോട്ടറി എൻകോഡർമ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ റോട്ടറി എൻകോഡർ നമുക്ക് ഫ്രണ്ട് പാനലായിട്ട് ഉറപ്പിക്കാനാണ്. ബ്ലൂടൂത്ത് മോഡ്യൂൾ ഞാൻ ഇതുപോലത്തെ ഒരു PC ഷീറ്റിലാണ് ഫിറ്റ് ചെയ്യണത്. ഇത് ഇതുപോലെയാണ് ഇതിനകത്തേക്ക് ഫിറ്റ് ചെയ്യണത്. പിന്നെ റോട്ടറി എൻകോഡർ വെക്കാൻ വേണ്ടി ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഈ ലെഗ് എന്തിനാന്ന് വെച്ചാൽ ഇത് ഇതിനകത്തേക്ക് ഫിറ്റ് ചെയ്യണമെങ്കിൽ ആകെ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ നോബിൻ്റെ കുറച്ച് ഭാഗമായി പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിരിക്കുകയുള്ളൂ. മൈക്കിൻ്റെ സോക്കറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഹോൾ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ ആർക്ക് ഷേപ്പ് എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ എഡ്ജിലാണ് എൻഡ് ക്യാപ്പ് ഫിറ്റ് ചെയ്യണത്. ഇനി ഞാൻ കവർ ഉണ്ടാക്കാൻ പോകുന്നതാണ്. വീഡിയോനെ ഞാൻ നീളം കൂട്ടണില്ല. ഞാൻ കവർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇനി വീഡിയോ കാണിക്കാം. സ്പീക്കറിൻ്റെ കവർ ഒട്ടിച്ചെടുത്ത് ഏകദേശം ഇതുപോലത്തെ ഒരു ഷേപ്പായിട്ടുണ്ട്. ഈ ഹാൻഡിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഒരു 1/2 ഇഞ്ചിൻ്റെ പൈപ്പ് എടുത്തിട്ട് ഞാൻ അതിൻ്റെ അകത്ത് മണലരച്ച് എന്നിട്ട് അത് ചൂടാക്കിയിട്ട് ഞാൻ വളച്ചെടുത്തിട്ട് അതിൻ്റെ പീസ് ഞാൻ ഇവിടെ ഉറപ്പിച്ചേക്കണതാണ്. സ്പീക്കർ ഞാൻ ആദ്യം കാണിച്ച വാഷർ പോലെ ഇരിക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഞാൻ ഒട്ടിച്ചേക്കണ SR ഉപയോഗിച്ചിട്ടാണ്. എൻഡ് ഗ്യാപ്പിൻ്റെ അകത്ത് ഞാൻ ഇതുപോലത്തെ ഒരു വാഷറിൻ്റെ പോലത്തെ ഉള്ള ഒരു PC ഷീറ്റ് ഒട്ടിച്ചിട്ടുണ്ട്. ഇതും വേണം ഞാൻ സ്പീക്കർ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാൻ പോണത്. സ്പീക്കർ ഏകദേശം ഇതുപോലെ ഇരിക്കും. പിന്നെ ഞാൻ ഈ കവർമ ഒരു മാറ്റ് ബ്ലാക്കിൻ്റെ സ്പ്രേ പെയിൻറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് അടിച്ചിട്ട് ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ കവർ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത്. സ്പീക്കർമല്ല പ്ലാസ്റ്റിക് വാഷർമ ഞാൻ ഒരു ഡാർക്ക് ബ്ലൂവും ബ്ലാക്കും പെയിൻറ്റും കൂടി ഒരുമിച്ചടിച്ച്. ഇതാണ് ഇന്നത്തെ പ്രൊജക്റ്റിന് ഉപയോഗിക്കുന്ന ബ്ലൂടൂത്ത് മോഡ്യൂൾ. ഇതിനകത്തൊരു USB ഇൻപുട്ട് ഉണ്ട്, ഒരു microSD ഇൻപുട്ട് ഉണ്ട്, പിന്നെ ഓക്സിലറി ഇൻപുട്ട്, വോളിയം മൈനസ്, സ്കാന്, വോളിയം പ്ലസ്, പിന്നെ മോഡ് ബട്ടൺ ഉണ്ട്. മോഡ് ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് FM, ഓക്സിലറി ഇൻപുട്ട്, ബ്ലൂടൂത്ത് മോഡ്യൂൾ എല്ലാം സെലക്ട് ചെയ്യാൻ പറ്റും. ഈ 2 പിന്നിലാണ് ബോർഡിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് കൊടുക്കുന്നത്. ഇതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് 5 വോൾട്ട് ആണ്. പിന്നെ ഇവിടെ റൈറ്റ്, ലെഫ്റ്റ്, ഗ്രൗണ്ട് പിന്നുണ്ട്. ഈ പിന്നെ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് സിഗ്നലിലേക്കാണ് പോണത്. PF4ഉം M- ഷോർട്ട് ചെയ്തിട്ട് മൈക്കിന് നെഗറ്റീവ് കൊടുക്കണം. പിന്നെ M+ മൈക്കിൻ്റെ പോസിറ്റീവ് പിന്നിലേക്ക് കൊടുക്കണം. പിന്നെ ഗ്രൗണ്ട് PF3, PF5, PF2 ഇതെല്ലാം കൂടി റോട്ടറി എൻകോഡറിൽ കണക്ട് ചെയ്യാനുള്ള പിന്നുകളാണ്. ഇതാണ് റോട്ടറി എൻകോഡർ. ഇതിന് ടോട്ടൽ 5 പിന്നുണ്ട്. മുകളിലത്തെ 2 ഗ്രൗണ്ട്, ഇത് PF2ലേക്ക് കണക്ട് ചെയ്യാനുള്ള ഇത് ഗ്രൗണ്ടാണ്. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ അടിയിൽ 3 പിന്ന് വന്നിട്ടുണ്ട്. ഒരെണ്ണം PF3യിലേക്ക് കണക്ട്, ഈ ലെഫ്റ്റിലെ ഏറ്റവും PF3യിലേക്ക് കണക്ട് ചെയ്യണം, മിഡിൽ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യണം, ഏറ്റവും റൈറ്റിലേക്കാണ് 5ലേക്ക് കണക്ട് ചെയ്യണം. ഈ ഗ്രൗണ്ടും മുകളിലത്തെ ഗ്രൗണ്ടും കൂടി ഒരുമിച്ച് ഷോർട്ട് ചെയ്യണം. ഇന്നത്തെ പ്രൊജക്റ്റിന് ഞാൻ ഉപയോഗിക്കുന്ന 20 വാട്ട്സിൻ്റെ ആംപ്ലിഫയർ മോഡ്യൂളാണ്. ഇതിനകത്ത് ഇൻപുട്ട് വോൾട്ടേജ് 12 വോൾട്ട് ആണ്. പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ 2 സ്പീക്കർ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ ഇൻപുട്ട് ഞാൻ ബ്ലൂടൂത്ത് മോഡ്യൂളായിട്ടാണ് കണക്ട് ചെയ്യണത്. ബ്ലൂടൂത്ത് മോഡ്യൂളിൻ്റെ സിഗ്നൽ ഇതിൻ്റെ അകത്തേക്കാണ് വന്നത്. ഇതിൻ്റെ അകത്ത് റൈറ്റ് സ്പീക്കറിലേക്കാണ് കണക്ട് ചെയ്യാനുള്ള അത് റൈറ്റ് സ്പീക്കറിൽ കണക്ട് ചെയ്യും. പിന്നെ ലെഫ്റ്റിലേക്കുള്ളത് ലെഫ്റ്റിലും കണക്ട് ചെയ്യും.
ബ്ലൂടൂത്ത് മോഡ്യൂൾ ANT1 എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് എക്സ്റ്റേണൽ ആൻറ്റീന കണക്ട് ചെയ്യാൻ പറ്റും. ഇന്നത്തെ പ്രൊജക്റ്റിന് ഞാൻ ഇതുപോലത്തെ ഒരു ടെലിസ്കോപ്പിക് ആൻറ്റീന ആണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ആദ്യം ടെലിസ്കോപ്പിക് ഏരിയയിൽ ഫിറ്റ് ചെയ്യാം. സ്പീക്കറും ആൻറ്റീനയും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഫിറ്റ് ചെയ്യാം. ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ഷീൽഡ് വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ബ്ലൂടൂത്ത് മോഡ്യൂളിന് ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്യേണ്ടത്. പിന്നെ ബ്ലൂടൂത്ത് മോഡ്യൂളിന് വേണ്ടിയുള്ള വർക്കിംഗ് വോൾട്ട് ഞാൻ ഈ ബോർഡിൽ തന്നെ കൊടുക്കുന്നത്. ഈ ബോർഡിൽ ഒരു 5 വോൾട്ട് റെഗുലേറ്റർ IC ഉണ്ട്. ഇതിൻ്റെ ഔട്ട്പുട്ടിൽ 5 വോൾട്ടാണ് വന്നത്. ഈ 5 വോൾട്ടാണ് ഞാൻ ബ്ലൂടൂത്ത് മോഡ്യൂളിന് ഇൻപുട്ടിൽ കൊടുത്തിട്ട് അതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് ആയിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ബോർഡ് കവറിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യാം. കിറ്റിൻ്റെ കൂടെ റോട്ടറി എൻകോഡറിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലത്തെ ഒരു സോക്കറ്റോടുകൂടിയുള്ള വയർ കിട്ടും. അത് ഞാനിപ്പോൾ റോട്ടറി എൻകോഡറിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നോബിന് ഭംഗി കൂട്ടാൻ വേണ്ടി ഞാൻ ഈ രണ്ടറ്റത്തും LED ഫിറ്റ് ചെയ്തിട്ടുണ്ട്. LED പാരലൽ ചെയ്ത് കണക്ട് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ അകത്തൊരു 470 Ohm കണക്ട് ചെയ്തിട്ട് അത് 12 വോൾട്ടിലേക്കാണ് കൊടുക്കുന്നത്. ബ്ലൂടൂത്ത് മോഡ്യൂളിലേക്കുള്ള കണക്ഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആകെ ഓഡിയോ സോക്കറ്റ് മാത്രം കണക്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് ബ്ലൂടൂത്ത് മോഡ്യൂൾ ഇതിനകത്തേക്ക് ഫിറ്റ് ചെയ്യാം. ആംപ്ലിഫയറും ബ്ലൂടൂത്ത് മോഡ്യൂളും കവറിൻ്റെ അകത്ത് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു റീചാർജബിൾ ബാറ്ററി ഫിറ്റ് ചെയ്യണം. റീചാർജബിൾ ബാറ്ററി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് 3 18650 ബാറ്ററി വേണം. പിന്നെ ഒരു 12 വോൾട്ട് BMS വേണം. ഈ 3 ബാറ്ററി സീരിയലായിട്ട് കണക്ഷൻ കൊടുക്കണം. എന്നിട്ട് ഈ കണക്ഷന് നമുക്ക് BMSലേക്ക് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ബാറ്ററി സീരിയലായി കണക്ട് ചെയ്തതിന് ശേഷം ബാറ്ററിൻ്റെ നെഗറ്റീവ് സൈഡ് B-ലേക്ക് കണക്ട് ചെയ്യണം. മൈനസിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോസിറ്റീവ് ടെർമിനൽ B1ലേക്ക് കണക്ട് ചെയ്യണം. സെക്കൻഡ് ബാറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനൽ B2ലേക്ക് കണക്ട് ചെയ്യണം. പിന്നെ സീരിയൽ ചെയ്ത ബാറ്ററിൻ്റെ ടോട്ടൽ 12 വോൾട്ട് പോസിറ്റീവ് B+ലേക്ക് കൊടുക്കണം. ഇതിനകത്ത് P- B+ ഉണ്ട്. P- B+ കൂടിയാണ് ബാറ്ററിയിലേക്കുള്ള ഇൻപുട്ട് വോൾട്ടേജും പിന്നെ ബാറ്ററിയിൽ നിന്നുള്ള ഔട്ട്പുട്ട് വോൾട്ടേജും പോണത്. ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ കവറിൻ്റെ വലിപ്പം കുറഞ്ഞത് കാരണം അതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്ത കമ്പോണൻസും പിന്നെ വയറിങ് എല്ലാം ഭംഗിയില്ലാണ്ടായി ഇപ്പോൾ എല്ലാം കൺജസ്റ്റഡ് ആയിട്ട് ഇരിക്കേണ്ടതാണ്. BMSൻ്റെ കണക്ഷനെല്ലാം ഞാൻ ചെയ്ത് കഴിഞ്ഞ് ഇതിനകത്ത് 2 ബാറ്ററി ഞാൻ ഇവിടെ കുത്തനെ നിർത്തിയിട്ടുണ്ട്. ഒരു ബാറ്ററി ഏറ്റവും അടിയിൽ കിടത്തി വെച്ചിട്ടുണ്ട്. കവറിൻ്റെ പുറകിലൊരു ഓൺ ഓഫ് സ്വിച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ തന്നെ ഒരു സോക്കറ്റും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്താണ് ബാറ്ററിക്ക് വേണ്ടിയുള്ള 12 വോൾട്ട് ചാർജ് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ FM മോഡാണ്. बिल्कुल भी अच्छा नहीं गया. इन्हें ना किन्ना मोड माच होगा. पहले से भी नहीं था, अभी भी गोल्ड से. അടുത്ത ബ്ലൂടൂത്ത് ആണ്. ഇനി നമുക്ക് ഓക്സ് മോഡിലിട്ട് പെൻഡ്രൈവ് കുത്തി വെക്കാം. സ്പീക്കർ സെലക്ട് ചെയ്യുന്ന സമയത്ത് നല്ല ഹൈ ക്വാളിറ്റി സ്പീക്കർ സെലക്ട് ചെയ്യണം. ഇപ്പം ഞാനിവിടെ സാധാരണ 100 ഊഫർ ഉപയോഗിച്ചത്, അതുകൊണ്ട് അതിൻ്റെ ആയിട്ടുള്ള ബാസ് മാത്രമേ ഉള്ളൂ. നല്ല ഹൈ ക്വാളിറ്റി ഊഫറാണെങ്കിൽ നല്ല ബാസ് ഉണ്ടാവും. ഇനി ഈ ബേസ് പ്ലേറ്റും കൂടി ഇതും ഉറപ്പിച്ചാൽ നമ്മുടെ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആവും. ഇന്നത്തെ പ്രൊജക്റ്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ഇട്ട് പിന്നെയും കാണാം. ബൈ.